ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ലോക സിനിമയെ പോലും വെല്ലുന്ന ഒരു മഹാ തിരക്കഥയെക്കുറിച്ചാണ്. ഓസ്കാർ ജൂറി ഇതൊന്നും കാണുന്നില്ലേ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വില്ലന്മാർ കരിങ്കൊടിയുമായി വരുന്നു, നായികയെ ആയുധം കൊണ്ട് വധിക്കാൻ നോക്കുന്നു, നായിക അത്ഭുതകരമായി രക്ഷപ്പെട്ട് നേരെ ആശുപത്രിയിലേക്ക്. കഴുത്തിൽ ഒരു വലിയ ബെൽറ്റ് ഇട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ കഥയിൽ ഒരു ചെറിയ പിശക് പറ്റി. തിരക്കഥാകൃത്ത് മെഡിക്കൽ റിപ്പോർട്ട് എന്ന വില്ലനെ മറന്നുപോയി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആക്രമണ കഥ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. മന്ത്രി പറയുന്നു ആയുധം കൊണ്ട് കുത്തി എന്ന്, ഡോക്ടർ പറയുന്നു ഒരു പോറൽ പോലും ഇല്ലെന്ന്, മന്ത്രി വീണ്ടും പറയുന്നു ശ്വാസം മുട്ടിച്ചു എന്ന്, പോലീസ് പറയുന്നു അവിടെ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്ന്. ആരെയാണ് മാഡം നിങ്ങൾ ഈ പറ്റിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയാണോ അതോ സ്വന്തം പാർട്ടിയെയാണോ? ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പരാതി കൊടുത്തിട്ട് ആശുപത്രിയിൽ പോയപ്പോ ഒരു ചതവ് പോലും കാണിക്കാൻ പറ്റാത്ത ആ മാന്ത്രിക വിദ്യ എന്താണ്? പിണറായി വിജയന്റെ ഈ ഇരവാദം ഇനി എത്ര കാലം ചെലവാകും? വരും ദിവസങ്ങളിൽ മന്ത്രിയെയും സർക്കാരിനെയും വട്ടം കറക്കാൻ പോകുന്ന ആ മെഡിക്കൽ റിപ്പോർട്ടിലെ സത്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി ഇഴകീറി പരിശോധിക്കാം. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു ആക്ടിംഗ് ക്ലാസ് കൂടിയാണ്. വേണമെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, സിനിമയിലേക്ക് കയറി പറ്റാം. നമുക്ക് ആ ദിവസത്തിലേക്ക് ഒന്ന് പോകാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിലേക്ക് കയറാനായി ആരോഗ്യമന്ത്രിയെ വരവേൽക്കാൻ KSU പ്രവർത്തകരൊക്കെ കരിങ്കൊടിയായി എത്തുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധം സാധാരണമാണ്, പക്ഷെ കേരളത്തിൽ മാത്രം അത് വധശ്രമമായി മാറും. മന്ത്രി ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നു. ആ മുഖത്തെ ഭാവം ശ്രദ്ധിക്കണം. ആയുധം കൊണ്ട് താൻ ആക്രമിക്കപ്പെട്ടു എന്നും കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നും അവർ വിളിച്ചു പറയുന്നു. CPM കേന്ദ്രങ്ങൾ ഉടൻ തന്നെ സൈബർ പോരാളികളെ ഇറക്കി വിട്ടു. മന്ത്രിയെ കൊലപ്പെടുത്താൻ നോക്കി എന്ന ക്യാപ്ഷനോടെ പോസ്റ്ററുകൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. DYFI തെരുവിലിറങ്ങി കൊലവിളി പ്രസംഗങ്ങൾ നടന്നു. ഒരു സാധാരണ പ്രതിഷേധത്തെ എങ്ങനെ ഇത്ര മനോഹരമായി ഒരു ക്രൈം ത്രില്ലർ ആക്കാമെന്ന് നമ്മൾ വീണ ജോർജിൽ നിന്നും പഠിച്ചെടുക്കണം, ഒപ്പം നമ്മുടെ സ്പീക്കറിൽ നിന്നും. പക്ഷെ സഖാക്കളെ, ഒരു ചെറിയ പ്രശ്നം. മന്ത്രിയെ പരിശോധിച്ച ഡോക്ടർമാർക്ക് മാത്രം ഈ ആയുധമോ അല്ലെങ്കിൽ മുറിവോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മന്ത്രിയുടെ കള്ളക്കളി പച്ചയായി വെളിപ്പെട്ടു. ഇനി നമുക്ക് ആ മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് കടക്കാം. ഒരു ആരോഗ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പിന് കീഴിലുള്ള ആശുപത്രി തന്നെ ഇങ്ങനെ ഒരു പണി കൊടുക്കുമെന്ന് ആരും കരുതി കാണില്ല, അല്ലെ? റിപ്പോർട്ടിലെ ഹൈലൈറ്റുകൾ ഞാൻ അടുത്തതായി പറയുന്നവയാണ്. മന്ത്രിയുടെ പരാതി പ്രകാരം പ്രതികൾ ആയുധം ഉപയോഗിച്ചു. ആയുധം കൊണ്ട് കഴുത്തിൽ കുത്തുകയോ വെട്ടുകയോ ചെയ്താൽ സ്വാഭാവികമായി മുറിവോ രക്തം അല്ലെങ്കിൽ ചതവെങ്കിലും കാണും. പക്ഷേ റിപ്പോർട്ട് പറയുന്നു നോ വിസിബിൾ ഇഞ്ചുറീസ് ഓർ അബ്രേഷൻസ്, അതായത് ഒരു ചെറിയ പോറൽ പോലും ഇല്ലെന്ന്. അപ്പോൾ ആയുധം ഏതാണ്? വായുവിൽ നിർമ്മിച്ച വല്ല ആയുധമാണോ? അതോ മന്ത്രിയുടെ ഭാവനയിൽ മാത്രം വിരിഞ്ഞതാണോ? അതോ ഡോക്ടർ കഴുത്തിൽ തൊടുമ്പോൾ വേദനയുണ്ടെന്ന് മന്ത്രി പരാതിപ്പെടുന്നുണ്ട്. ഇത് പരിശോധിച്ച ഡോക്ടർമാർക്ക് ഒരു കാര്യം മനസ്സിലായി, പുറമേയും അകത്തും ഒരു പരിക്കുമില്ല. എക്സ്റേ എടുത്തിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ വേദന ഇവിടെ നിന്ന് വന്നു? അഭിനയത്തിന്റെ ആഴങ്ങളിൽ നിന്നാണോ അതോ തിരക്കഥയിലെ നിർദ്ദേശമാണോ? മന്ത്രി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മന്ത്രിയെ സഹായിക്കാൻ സാധാരണ പോലീസ് കള്ളക്കഥകളൊക്കെ മെനയാറുണ്ട്. പക്ഷെ ഇവിടെ പോലീസിന് പോലും മനസാക്ഷി കുത്തുവന്നു. ആക്രമണ സമയത്ത് അവിടെ ആയുധങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് പോലീസും മൊഴി നൽകി. ഇതോടെ മന്ത്രിയുടെ വാദത്തിന്റെ മുന ഒടിഞ്ഞു. ആയുധമില്ലാത്ത ആക്രമണത്തിൽ ആയുധം കണ്ടു എന്ന് പറയുന്ന മന്ത്രിയെ എന്ത് പേരിട്ട് വിളിക്കണം? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായാൽ ഉടൻ തന്നെ മന്ത്രിമാരെ ഇരകളാക്കി മാറ്റും. പഴയകാലത്തെ ഷൂട്ടൌട്ട് കഥകളൊക്കെ ഓർമ്മയില്ലേ? അതുപോലെ ഒന്നാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സംഭവം. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചു വെക്കാൻ ഒരു ഇരയെ വേണം. ആരോഗ്യരംഗം തകർന്നു കിടക്കുന്നു, വെന്റിലേറ്ററിലാണെന്നൊക്കെ, മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല, ശമ്പളമില്ല, ചികിത്സയിലും പിഴവ്, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായ ഒരു കരിങ്കൊടി പ്രതിഷേധം വരുന്നു. മന്ത്രി ആശുപത്രിയിലാകുന്നു. അതോടെ ചർച്ച മുഴുവൻ മന്ത്രിക്കേറ്റ മർദ്ദനമായി മാറുന്നു. എന്നാൽ ഇത്തവണ വീണ ജോർജ് ഒരു പടി കൂടി കടന്നുപോയി. പരിക്കില്ലാത്ത കഴുത്തിൽ ബെൽറ്റ് ഇട്ട് ആശുപത്രിയിൽ കിടന്നത് കുറച്ചുകൂടിപ്പോയി എന്ന് പാർട്ടിക്കാർ പോലും രഹസ്യമായി പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും മികച്ച മറുപടി നൽകിയത് മുരളീധരനും രാജീവ് ചന്ദ്രശേഖരൊക്കെയാണ്. ഇവരുടെ വാക്കുകൾ വെറും ഒരു പരിഹാസമല്ല, മറിച്ച് സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. വീണ ജോർജിനെ പരിശോധിക്കാൻ എയിംസിൽ നിന്നും ഡോക്ടർമാർ വരട്ടെ. കാരണം കേരളത്തിലെ ഡോക്ടർമാരെ വിശ്വസിക്കാൻ CPMന് കഴിയില്ലല്ലോ. പരിയാരം മെഡിക്കൽ കോളേജ് ഒരു പാർട്ടി ഓഫീസായി മാറിയെന്നും അവിടെ മന്ത്രിക്ക് വേണ്ട രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ ആളുകളുണ്ടെന്നും ഇവരെല്ലാം ആരോപിക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ വൻ പരാജയമാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ വീണ ജോർജ് ശരിക്കും ഒരു താരം തന്നെയാണ്. പണ്ട് മോണാക്ടിൽ സമ്മാനം വെറുതെ കിട്ടിയതല്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പരിഹാസം ഈ സ്ക്രിപ്റ്റിലെ ഏറ്റവും വലിയ സത്യമാണ്.
കിണറ്റിൽ ചാടിയവൻ മാഡത്തെ കുളത്തിൽ ചാടിച്ചു എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. മന്ത്രിയെ ഇങ്ങനെയുള്ള കുടുക്കുകളിൽ ചാടിക്കാൻ ഉപദേശിക്കുന്നത് നികേഷ് കുമാർ ആണെന്ന അദ്ദേഹത്തിന്റെ ആരോപണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അങ്ങ് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ KC ഉപദേശിക്കുന്ന പോലെ ഉപദേശകർ കൂടി വരുമ്പോൾ സർക്കാർ എങ്ങനെ നാണം കേടും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ കേരളത്തിൽ പിണറായി വിജയൻ ഭരണത്തിൽ വന്നതോടെ പ്രതിഷേധം എന്നാൽ രാജ്യദ്രോഹമായി മാറിയിരിക്കുന്നു. പ്രതിഷേധിക്കുന്ന കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നു, അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു. ഒരു പരുക്കുമില്ലാത്ത മന്ത്രിയുടെ വാക്ക് കേട്ട് ചെറുപ്പക്കാരെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത് എത്ര ക്രൂരമാണ്. സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഒരു മന്ത്രി തന്നെ ഇത്രയും വലിയ നുണങ്ങളൊക്കെ പടച്ചുവിടുന്നത് ഇന്ത്യയിലെ മറ്റു ഒരു സംസ്ഥാനത്തും നമുക്ക് കാണാൻ കഴിയില്ല. ആരോഗ്യമന്ത്രിയല്ലേ നിങ്ങൾ? ജനങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടതിന് പകരം സ്വന്തം ഇമേജിങ്ങിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാജ പരിക്കുകളൊക്കെ സൃഷ്ടിക്കുന്നത് എത്ര നാണം കെട്ട പരിപാടിയാണ്. ആ കഴുത്തിൽ ആ വലിയ പട്ടയുടെ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞിട്ടും മന്ത്രി ദിവസങ്ങളോളം കഴുത്തിൽ ആ പട്ടയം കെട്ടി നടക്കുന്നു. എന്തിനായിരുന്നു ഈ പ്രഹസനം? സഹതാപം പിടിച്ചു പറ്റാനോ, അതോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാക്കാനോ? സത്യം പറഞ്ഞാൽ മന്ത്രിക്ക് പരിക്ക് പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും വേദനിച്ചേനെ. പക്ഷെ ഇവിടെ പരിക്കേറ്റത് മന്ത്രിക്കല്ല, മറിച്ച് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കാണ്. വ്യാജ പരാതി നൽകി പൊതുപ്രവർത്തകരെ കൊടുക്കാൻ ശ്രമിച്ചതിന് മന്ത്രി വീണ ജോർജിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണല്ലോ. CPM-ഉം DYFI ഒക്കെ ഈ വിഷയത്തിൽ ഉയർത്തുന്ന വാദങ്ങളൊന്നും നോക്കുക. അവർക്കിത് ഭീകരാക്രമണമാണ്. എന്നാൽ CPM പ്രവർത്തകർ പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ ആക്രമിക്കുമ്പോൾ അത് സ്വാഭാവിക പ്രതികരണമാണ്. എന്തൊരു നിലപാടാണല്ലേ! ഈ ഇരട്ടത്താപ്പാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഭരണത്തിന്റെ തണലിൽ എന്ത് അസംബന്ധവും വിളിച്ചു പറയാമെന്ന് മന്ത്രിമാർ കരുതുന്നു. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നുണ പറയില്ല. ശാസ്ത്രം മന്ത്രിയുടെ പാർട്ടിക്കാരനല്ലല്ലോ. പ്രിയപ്പെട്ട വീണ ജോർജെ, നിങ്ങളൊരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയല്ലേ? സത്യം എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ പണ്ട് ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു വിശ്വാസം അതാണ്. ഇന്ന് അതേ സത്യം നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? ആരെയാ പേടിക്കുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടിയതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചു തീരൂ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഒരു പ്രതിഷേധം മാത്രമാണ്. അതിനെ വധശ്രമമാക്കി മാറ്റാൻ ശ്രമിച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കും നിങ്ങളുടെ നിലവാരവുമാണ്. മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ മുഖം മൂടി അഴിച്ചു മാറ്റിയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ നാടകവും പ്രഹസനവും ഒന്ന് നിർത്തിക്കൂടെ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് ആശുപത്രിയിലെ മരുന്നിനെ കുറിച്ചും ഡോക്ടർമാരുടെ കുറവിനെ കുറിച്ചുമാണ്. അല്ലാതെ നിങ്ങളുടെ വ്യാജ പരിക്കുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നാടകമൊന്നും ഇവിടെ ആർക്കും കാണാൻ താല്പര്യമില്ല. നിങ്ങളെ മടുത്തു ജനങ്ങൾക്ക്. പിണറായി സർക്കാരിനുള്ള ഒരു താക്കീത് കൂടിയാണത്. പോലീസിനെ ഉപയോഗിച്ചും വ്യാജ പരാതികൾ നൽകിയും ജനാധിപത്യത്തെ അടിച്ചമർത്താൻ നോക്കിയ ഇതുപോലെയുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ നിങ്ങൾ തിരിഞ്ഞു കൊത്തും. സത്യം എപ്പോഴും പുറത്തു വരും. അത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും. മാത്രമല്ല, ഇതുപോലെയുള്ള നിലവാരമില്ലാത്ത മന്ത്രിമാർ മാത്രമേ ഈ പിണറായി സർക്കാരിലുള്ളൂ. എന്തൊരു കഷ്ടമാണിത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മന്ത്രിയുടെ ഈ കഴുത്തുപൊട്ട വിപ്ലവത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം സത്യം എല്ലാവരും അറിയട്ടെ. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.